നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മിക്കവാറും തന്നെ നമ്മുടെ ചാനലിലൂടെ ഇപ്പോൾ ഡീൽ ചെയ്യുന്ന സ്കോളർഷിപ്പുകളാണ്. കാരണം ഇപ്പോൾ എല്ലാവർക്കും സ്കൂളുകളൊക്കെ തുടങ്ങി ഓരോ സ്കോളർഷിപ്പുകളെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് നമ്മൾ ഡെഡ് ലൈനിന് മുന്നേ അപേക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിൻ്റെ അവസരം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്കോളർഷിപ്പ് സ്കീംസ് തന്നെ ഡീൽ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്ന സ്കോളർഷിപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇത് കേരള സ്റ്റുഡൻസിന് മാത്രമുള്ളൊരു സ്കോളർഷിപ്പാണ്. എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് മാത്രമല്ല, കേരളൈറ്റ് ആയിട്ടുള്ള നാഷണൽ ലെവലിലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതി കേരളത്തിന് പുറത്ത് പഠിക്കുന്ന സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാം. പക്ഷെ ബേസിക്കലി കേരള ഒറിജിൻ ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമായിട്ടുള്ളതാണ് ഈ സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്പിന്റെ പേര് ഡോക്ടർ രവി പിള്ള അക്കാഡമിക് എക്സലൻസ് സ്കോളർഷിപ്പ് എന്നുള്ളതാണ്. ഇത് ഡോക്ടർ രവി പിള്ള ഫൗണ്ടേഷനും നോർക്ക റൂട്ട്സും ചേർന്നാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത്. ഇതിൽ ഒരു വർഷം 1500 സ്റ്റുഡൻസിനാണ് ഇവർ സ്കോളർഷിപ്പ് നൽകുന്നത്. ഇതിൽ തന്നെ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികൾക്കും ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്കും PG ലെവൽ വരെ പഠിക്കുന്ന കുട്ടികൾക്കും ഇതിന് അപ്ലൈ ചെയ്യാം. ഇതിൽ ഹയർ സെക്കൻഡറി ലെവലിൽ ലഭിക്കുന്ന എമൗണ്ട് 50,000 rupees ആണ്. ഇതിൽ തന്നെ 1100 സ്റ്റുഡൻസിനാണ് ഈ ഹയർ സെക്കൻഡറി ലെവലിൽ ഇവർ സ്കോളർഷിപ്പ് നൽകുന്നത്. ഈ 1100 തന്നെ സ്റ്റേറ്റിലും CBSEയിലും ICSEയിലും പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടാണ് നൽകുന്നത്. 950 സ്കോളർഷിപ്പുകളാണ് സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ളത്. 100 സ്കോളർഷിപ്പുകളാണ് CBSEക്ക് പഠിക്കുന്നവർക്കും ICSE സിലബസ് പഠിക്കുന്നവർക്ക് 50 സ്കോളർഷിപ്പുമാണ് നൽകുന്നത്. ഇനി ഡിഗ്രി ലെവലിലാണെങ്കിൽ 200 വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന്റെ ആനുകൂല്യം ലഭിക്കുക. ഇവിടെ ലഭിക്കുന്ന എമൗണ്ട് 1 lakh rupees ആണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലും 200 സ്റ്റുഡൻസിന് വേണ്ടി വീതം ഈ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. ഇവിടെ സ്കോളർഷിപ്പ് എമൗണ്ട് 1,25,000 rupees ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സ്ട്രിക്ട്ലി നിങ്ങളുടെ മാർക്ക് മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് ഈ സ്കോളർഷിപ്പ് അവർ നൽകുന്നത്. അതായത് 12th അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ 10th മാർക്കാണ് ഇവർ കണക്കാക്കുന്നത്. അതുപോലെ ഡിഗ്രിക്ക് ആകുമ്പോഴേക്കും 12th മാർക്കാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ. ഇനി PG ലെവലിലാണെങ്കിൽ ഡിഗ്രിക്ക് കിട്ടിയ കൺസോളിഡേറ്റഡ് മാർക്കാണ് ഈ സ്കോളർഷിപ്പിന് വേണ്ടി അവർ കണക്കാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം അക്കാഡമിക് എലിജിബിലിറ്റി നോക്കാം. ഇതിൽ പറയുന്നത് ഈ സ്റ്റുഡൻറ്റ് ഒരു കേരള ഒറിജിൻ ഉള്ളൊരു കുട്ടിയായിരിക്കണം. അതായത് കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയായിരിക്കണം. കേരളത്തിൽ പഠിക്കുന്നതോ അതല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയും പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഇത് അപ്ലൈ ചെയ്യാം. രണ്ടാമത് ക്രൈറ്റീരിയ, ഈ സ്റ്റുഡൻറ്റിൻ്റെ ആനുവൽ ഫാമിലി ഇൻകം 2.5 lakhs അതല്ലെങ്കിൽ അതിൽ കുറവോ ആയിരിക്കണം. ഹയർ സെക്കൻഡറി ലെവലിൽ ഇപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനാണ് അവർ കൺസിഡർ ചെയ്യുക. ഇനി ഡിഗ്രി ആണെങ്കിൽ ഫസ്റ്റ് ഇയറോ അതല്ലെങ്കിൽ സെക്കൻഡ് ഇയറോ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസിന് വരെ അപ്ലൈ ചെയ്യാം. ഇനി PG ആണെങ്കിൽ സെക്കൻഡ് ഇയർ PG പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി നിങ്ങൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അതല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ടോ കറസ്പോണ്ടൻസ് ആയിട്ടോ അതല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടോ പ്രൈവറ്റ് ആയിട്ടോ ഏതെങ്കിലും PG പ്രോഗ്രാം ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇനി ഇതാണ് അക്കാഡമിക് എലിജിബിലിറ്റി പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ജനറൽ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് എയ്ഡഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂൾസിൽ പഠിക്കുന്നത്, അത് സ്റ്റേറ്റ് ആവാം, CBSE ആവാം, ICSE ആവാം, അങ്ങനെ കേരളത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇത് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ് ചെയ്തതോ അതല്ലെങ്കിൽ UGC റെക്കഗ്നൈസ് ചെയ്തതോ ആയ ഏതെങ്കിലും ഒരു കോഴ്സാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി കേരളത്തിന് പുറത്ത് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾ, പക്ഷേ നിങ്ങൾ കേരള ഒറിജിൻ ആണെങ്കിൽ നിങ്ങളൊരു ഓൾ ഇന്ത്യ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ എഴുതിയിട്ട് എവിടെയെങ്കിലും അഡ്മിഷൻ എടുത്ത കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ അക്കാഡമിക് കരിയറിൽ നിങ്ങൾക്ക് ആകെ ഒരു പ്രാവശ്യം മാത്രമേ ഈ സ്കോളർഷിപ്പിന് ലഭിക്കാൻ അർഹതയുള്ളൂ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഹയർ സെക്കൻഡറി ലെവലിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഡിഗ്രിക്ക് ഇത് ലഭിക്കുകയില്ല. അത് ഇവർ എടുത്തു പറയുന്നുണ്ട്, നിങ്ങളുടെ ലൈഫ് ടൈമിൽ ഒരിക്കൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. ഇത് നിങ്ങളുടെ ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ ഡയറക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എമൗണ്ട് അവർ ക്രെഡിറ്റ് ചെയ്യുക. ഒരു ഫാമിലിയിൽ മാക്സിമം 2 കുട്ടികൾക്ക് വരെ ഈ സ്കോളർഷിപ്പിന്റെ ആനുകൂല്യം ലഭിക്കാം. അതായത് 2 കുട്ടികൾക്ക് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് നോക്കാം. ഹയർ സെക്കൻഡറി ലെവലിലാണെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റിൽ SSLC പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും A+ ലഭിച്ചൊരു സ്റ്റുഡൻ്റ് ആയിരിക്കണം. ഇനി CBSEയോ അല്ലെങ്കിൽ ICSE ആണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക്
90% അല്ലെങ്കിൽ അതിന് മുകളിലോ മാർക്ക് ലഭിച്ചിട്ടുണ്ടാവണം. ഇനി ഡിഗ്രി ലെവലിലാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി എക്സാമിനേഷന് മിനിമം 85% മാർക്കെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം. അത് സ്റ്റേറ്റ് ആണെങ്കിലും CBSE ആണെങ്കിലും ICSE ആണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. ഇനി നിങ്ങൾ PG പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ സയൻസ് സ്ട്രീമിലാണ് നിങ്ങൾ PG ചെയ്യുന്നതെങ്കിൽ മിനിമം 80% മാർക്കെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം. ഇനി ആർട്സ്, കൊമേഴ്സ്, ലോ, മാനേജ്മെന്റ്, മെഡിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇത് ഏതെങ്കിലും ഒരു ഫീൽഡിലാണ് നിങ്ങൾ UG കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് മിനിമം 75% മാർക്കെങ്കിലും UGക്ക് ലഭിച്ചിട്ടുണ്ടാവണം. അങ്ങനെയുള്ള കുട്ടികൾ PGക്ക് ചേർന്ന് പഠിക്കുമ്പോൾ അവർക്കും അപ്ലൈ ചെയ്യും. ഇത് സ്കോളർഷിപ്പിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ ക്വാളിഫയിങ് എക്സാമിനേഷന്റെ മാർക്ക് മാത്രമാണ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു ടൈ വരികയാണെങ്കിൽ, അതായത് ഒന്നോ അതിൽ കൂടുതലോ ആൾക്കാർക്ക് ഒരേ മാർക്ക് ലഭിക്കുകയാണ്, അങ്ങനെ ഒരു ടൈ റൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ടൈ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇവര് ചില കുട്ടികൾക്ക് കുറച്ച് വെയിറ്റേജ് നൽകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വെയിറ്റേജ് കിട്ടാനായിട്ട് അർഹതയുള്ളൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ അതിന്റെ സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് നിങ്ങൾ ഇത് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യത്തെ നിങ്ങളൊരു ഓർഫൻ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വെയിറ്റേജ് ലഭിക്കും. അതിന് 9 മാർക്കാണ് നിങ്ങൾക്ക് വെയിറ്റേജ് ലഭിക്കുക. അപ്പൊ നിങ്ങൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്, നിങ്ങൾ ഒരു സിംഗിൾ പാരന്റിന്റെ സ്റ്റുഡൻ്റ് ആണ്. ആ സിംഗിൾ പാരന്റ് ബെഡ് റിഡണോ അല്ലെങ്കിൽ ടെർമിനലി ഇല്ലായിട്ടുള്ളൊരു കണ്ടീഷനിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾക്കും അതിൻ്റെ വെയിറ്റേജ് ലഭിക്കും. അത് 8 മാർക്കാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് കിട്ടുന്ന വെയിറ്റേജ്. അതിന് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെത്ത് സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റോ ഹാജരാക്കാം. ഇത് കൂടാതെ നിങ്ങളുടെ പാരന്റ് ബെഡ് റിഡൺ ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യും. ഇനി നിങ്ങൾക്ക് 2 പാരന്റ് ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്, പക്ഷേ 2 പാരന്റും ബെഡ് റിഡൺ ആണ് അല്ലെങ്കിൽ ടെർമിനലി ഇൽ കണ്ടീഷനിലാണ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 7 മാർക്കാണ് വെയിറ്റേജ് ആയിട്ട് ലഭിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതായത് ഗവൺമെന്റ് ഡോക്ടറിൽ നിന്ന് ലഭിച്ച ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അടുത്തത്, ഔട്ട്സ്റ്റാൻഡിങ് അച്ചീവ്മെന്റ് ഇൻ സ്പോർട്സോ അതല്ലെങ്കിൽ ആർട്സോ ലഭിച്ച കുട്ടികളാണ് നിങ്ങളെങ്കിൽ, അതായത് സ്റ്റേറ്റ് ലെവലിൽ വരെ മതി, അങ്ങനെയുള്ളൊരു കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 6 മാർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കും. അതിന് നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റ് ആണോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ റിലവൻറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അടുത്തത്, നിങ്ങളൊരു സിംഗിൾ പാരന്റിൻ്റെ ചൈൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 5 മാർക്കാണ് വെയിറ്റേജ് ആയിട്ട് ലഭിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റോ ആണ് നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഒരു ടൈ ബ്രേക്കർ വരികയാണെങ്കിൽ ഈ സ്കോളർഷിപ്പ് എമൗണ്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പ് 50,000 രൂപയ്ക്ക് മേളിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ ഈ സ്കോളർഷിപ്പിന് ഇന്നെലിജിബിൾ ആണ്. ഇനി ഇതിൽ കുറച്ച് റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. 2 കാറ്റഗറി കുട്ടികൾക്ക് റിസർവേഷൻ ഉണ്ട്. ഒന്ന് NRK കോട്ട ആണ്, അതായത് നോൺ റെസിഡന്റ് കേരളൈറ്റിന്റെ സ്റ്റുഡൻസിനുള്ള കോട്ടയാണ്. അതിൽ 20% അവർക്ക് റിസർവേഷൻ ലഭിക്കുന്നുണ്ട്. ഇതിന് നിങ്ങളുടെ റിസർവേഷൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ നോർക്ക പ്രവാസി ID നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ് ആണ് നിങ്ങളെ കൺസിഡർ ചെയ്യുക. ഇനി ഡിഫറൻഷ്യലി ഏബിൾഡ് കോട്ടയും ഉണ്ട്. അത് 5% റിസർവേഷൻ ലഭിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ സ്റ്റേറ്റ് വൈസ് ഉള്ള ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറി കോട്ടയിലേക്ക് പോകുന്നതാണ്. അപ്പം ഇതിൻ്റെ ഏതെങ്കിലും ആനുകൂല്യം ലഭിക്കാൻ നിങ്ങൾ അർഹതപ്പെട്ടവരാണെങ്കിൽ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്താലേ നിങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിക്കുള്ളൂ. അതായത് NRK പാരൻസും ഡിസേബിലിറ്റി ഉള്ള സ്റ്റുഡൻറ്റും ആണെങ്കിൽ അതിൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിച്ചാൽ സ്കോളർഷിപ്പ് ലഭിക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ സ്കോളർഷിപ്പ് എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തൊരു ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവർ ഈ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു തരുള്ളൂ. ഇനി ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നോർക്ക റൂട്ട്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ്. അതായത് www.norcaroots.kerala.gov.in എന്നുള്ളതാണ് ഇതിൻ്റെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടർ രവി പിള്ള എക്സലൻസ് അക്കാഡമിക് സ്കോളർഷിപ്പ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഒരു ഡോക്യുമെൻറ്റും ഫിസിക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതില്ല. എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ അറ്റാച്ച് ചെയ്താൽ മാത്രം മതി. ഇത് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്.
അതെന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് നിങ്ങളുടെ സ്റ്റുഡൻറ്റിൻ്റെ ആധാർ കാർഡാണ്. രണ്ടാമത് നിങ്ങളുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. ഇത് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ പാസ്പോർട്ട്. ഇതൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വില്ലേജ് ഓഫീസറിൽ നിന്ന് അല്ലെങ്കിൽ തഹസിൽദാരുടെ നിന്ന് വാങ്ങുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. അടുത്ത വേണ്ടത് നിങ്ങളുടെ ഫാമിലിയുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. ഇതിൽ മസ്റ്റായിട്ട് നിങ്ങളുടെ പാരന്റിന്റെ പേരും വേണം. ഇത് 1 ഇയർ ആണ് ഇതിന്റെ വാലിഡിറ്റി, അതായത് 1 വർഷം മുന്നേ എടുത്ത ഇൻകം സർട്ടിഫിക്കറ്റ് വരെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അടുത്ത വേണ്ട നിങ്ങളുടെ SSLC അതല്ലെങ്കിൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ വേണ്ട നിങ്ങളുടെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് 10th മാർക്ക് ലിസ്റ്റ്, 12th മാർക്ക് ലിസ്റ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്. ഇത് കൂടാതെ കൺസോളിഡേറ്റഡ് UG മാർക്ക് ഷീറ്റ്. അടുത്ത വേണ്ടത് നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ലഭിച്ച ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ആണ്, അതായത് സൈൻ ബൈ ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിന്റെ ഫോർമാറ്റ് അനക്സറിൽ കൊടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് നിങ്ങൾക്ക് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ്. അടുത്ത വേണ്ട നിങ്ങളുടെ ബാങ്കിന്റെ പാസ്ബുക്കിന്റെ ഡീറ്റെയിൽസ് ആണ്. അത് നിങ്ങൾ ആധാർ ലിങ്ക്ഡ് ബാങ്ക് പാസ്ബുക്ക് തന്നെ ആയിരിക്കും നിങ്ങളിവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് പേജാണ് വേണ്ടത്. അതിൻ്റെ അക്കൗണ്ടിൽ നിങ്ങളുടെ പേരും അക്കൗണ്ട് നമ്പറും ഒക്കെ ഉള്ള ഫസ്റ്റ് പേജാണ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ടൈ ബ്രേക്കർ ആപ്ലിക്കബിൾ ആണെങ്കിൽ നിങ്ങൾ അതിനുള്ള സർട്ടിഫിക്കറ്റും കൂടെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. കൂടാതെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കോട്ടയിൽ പെടുന്ന സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ജനറൽ കണ്ടീഷൻസ്, അപ്ലൈ ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെയുള്ള എൻ്റെ ഡീറ്റെയിൽസ്. ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 30th ആണ്. അതായത് നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ 30 വരെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല എങ്കിൽ, അതായത് സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ്സിന് വേണ്ടി അപ്ലൈ ചെയ്തതിന് ശേഷം സെപ്റ്റംബർ 30 മുന്നേ ആയിട്ട് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ കേരളത്തിൽ മാത്രം ഉള്ള സ്റ്റുഡൻസിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഏത് ഡിഗ്രി പഠിക്കുന്നവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ മെഡിസിൻ ആയാലും എഞ്ചിനീയറിംഗ് ആയാലും ലോ ആയാലും മാനേജ്മെൻറ്റ് ആയാലും അതല്ലെങ്കിൽ ജനറൽ ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു ചാൻസ് ആണ്. കളയാതെ തന്നെ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എഴുതി ചോദിക്കുക, ഞാൻ ഇതിന് മറുപടി തരാം. അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academics.